ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ ആയുർവേദ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിൽ പള്ളിക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുരു, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കുരു ഉണ്ടാവാറുണ്ട്. ഇപ്പം നെറ്റിയിലും കഴുത്തിലും കഷത്തും കാൽത്തുടകളിലും ഒക്കെ കുരുവിന് വേണ്ടിയുള്ള ചില പച്ചമരുന്നുകളാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ടിപ്പ് 1, പാടക്കിഴങ്ങ് അരിക്കാടിയിൽ അരച്ച് കഴിക്കുക. ഇത് അകത്തുള്ള കുരുക്കളും പുറത്തുള്ള കുരുക്കളും ഒക്കെ ഇല്ലാതാവാൻ വേണ്ടി അനുയോജ്യമാണ്. അടുത്തത് കീഴാനെല്ലി അരച്ച് മോരിൽ കുടിക്കുക. ഇത് വയറിനകത്തുള്ള പുണ്ണ് അല്ലെങ്കിൽ ഇതുപോലുള്ള കുരുക്കളൊക്കെ ശമിക്കാൻ വേണ്ടി അനുയോജ്യമാണ്. അടുത്തത് കൊടിഞ്ഞിൽ വേര് കാടിയിൽ അരച്ച് തേക്കുക. ഇത് പുറത്ത് ഉണ്ടാവുന്ന കുരുക്കൾ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്. കഴുത്തിലും കക്ഷത്തിലും തുടയിലും ഒക്കെ ഉണ്ടാവുന്ന കുരുക്കൾ ഇത് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. തലയിലുണ്ടാവുന്ന കുരുക്കൾക്ക് എള്ള്, അത്തിക്കായ, തുമ്പ ഇവ പാലിൽ അരച്ച ശേഷം ഇവ വേവിച്ച ശേഷം ഇതിന്റെ നീരെടുത്ത് ഈ കുരുവുള്ള ഭാഗത്ത് പുരട്ടുക. തകരയുടെ നീര് പുരട്ടുക. ഇത് പഴുത്ത കുരുവാണെങ്കിൽ പൊട്ടിപ്പോവുകയും അതേസമയം പഴുക്കാത്തയാണെങ്കിൽ ഇത് ഉണങ്ങുകയും ചെയ്യും. ഇത് നാൽപ്പാമരയും വിഷ്ണുക്രാന്തിയും അരച്ച് പുരട്ടുക. ഇത് എല്ലാ തരത്തിലുള്ള കുരുക്കളും ഇല്ലാതാവുന്നതാണ്. ഏകനായകത്തിന്റെ വേര് മോരിലരച്ച് ഈ കുരുക്കളുള്ള ഭാഗത്ത് പുരട്ടുക. അടുത്തത് ത്രിഫലത്തോട് തേങ്ങാപ്പാലിൽ അരച്ച് തേക്കുക. ഇത് കുട്ടികൾക്കുണ്ടാവുന്ന തലയിലും മറ്റും ഉണ്ടാവുന്ന ചൊറിച്ചിലിന് നല്ലതാണ്. അടുത്ത ടിപ്പ് മുത്തങ്ങ മോരിൽ അരച്ച് തേക്കുക. ഇതും നല്ലതാണ്, കുരുക്കൾക്ക് വേണ്ടിയുള്ള ഔഷധമാണത്. അപ്പോൾ പ്രിയരെ, ഇന്ന് പറഞ്ഞ ആയുർവേദ മെഡിസിനിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കുരുവുള്ള ഭാഗത്ത് ഉപയോഗിക്കുക. ഇത് എങ്ങനെ തുടർച്ചയായി 1-2 ആഴ്ച പുരട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ കുരു രോഗം പൂർണ്ണമായും മാറുന്നതാണ്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അസൂയ കൊണ്ടുണ്ടാകുന്ന കുരു ഇത് പുരട്ടിയെന്ന് പറഞ്ഞ് മാറില്ല. ഓക്കെ ഫ്രണ്ട്സ്.